ആ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ളത് അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയും. അതാണ് സംഗതി. ഇന്നലെ അദ്ദേഹം മൈക്കിൽ പാടിയത് കേട്ടിരുന്നോ? സ്വർണം കട്ടോട്ട് പോയത് ആരാണെന്നുള്ള പാട്ട് അദ്ദേഹം പാടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പാട്ട് പാടിക്കഴിഞ്ഞ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ചറപറ ചിത്രങ്ങൾ വരികയാണ്. സോണിയാഗാന്ധിയോടൊപ്പം ഈ പറയുന്ന പോറ്റിയും ഒക്കെ നിൽക്കുന്നത്. സ്വയം ഒരു കുഴി കുഴിച്ച് അതിൽ പോയി ചാടുകയാണ്. അതെ അതെ അതെ. അദ്ദേഹം പലപ്പോഴും നമുക്കറിയാമല്ലോ, അദ്ദേഹം എടുക്കുന്ന പല രൂപത്തിലുള്ള സമീപനം അദ്ദേഹം സ്വയം കുഴിയിൽ വീഴുന്ന രൂപത്തിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ആ കാര്യത്തെ ഒരു കാര്യഗൗരവമില്ലാത്ത പ്രശ്നങ്ങളെ സമീപിക്കുകയും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ വിനയാണ്. കാരണം ഈ പോറ്റി കയറിയിട്ടുള്ള ഏക വീട് സോണിയാഗാന്ധിയുടെ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം അത് സോണിയാഗാന്ധിയുടെ കയ്യിൽ കാപ്പ് കെട്ടുന്നു, പാരിതോഷികം കൊടുക്കുന്നു. ഈ പോറ്റി മാത്രമല്ല, ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണം വാങ്ങിച്ച കള്ളക്കച്ചവടക്കാരനോട് കൂടിയാണ് ചെന്നത്. അങ്ങനെ ചെന്നിട്ടുള്ള ഒരു വീട് ആകെ സോണിയാഗാന്ധിയുടെ വീടാണ്. എങ്ങനെ കയറിയെന്ന് മറുപടി രാഹുൽ ഗാന്ധി പറയണമെന്നാണോ പറയുന്നത്? അതെ, നിശ്ചയമായിട്ടും കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യമുണ്ട്. എങ്ങനെയാണ് കെ കരുണാകരന് പ്രവേശനം നിഷേധിച്ച ഒരു വീട്ടിൽ കള്ളൻ പോറ്റിക്കും സ്വർണം വാങ്ങിയ ഗോവർദ്ധനും ഉൾപ്പെടെ അവിടെ കയറാൻ ഇടവന്ന സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരു കോൺഗ്രസ്സുകാരനോ രാഹുൽ ഗാന്ധിയോ ആരും മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി മലന്ന് കിടന്ന് മകളിലേക്ക് തുപ്പുകയാണ് ചെയ്തത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. നേരെ മുഖത്ത് വന്ന് വിടുകയും ആ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ളത് അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയും.